ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പമ്പിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് ടെസ്റ്റ് ആണ്. ഇത് കെയ്ത്താൻ ബ്രാൻഡിന് കീഴിൽ വരുന്ന സോൾട്ട എന്ന് പറയുന്ന ഒരു മോഡലാണ്. സോൾട്ട 80 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഇത് 40 വാട്ട്സിൻ്റെ പമ്പാണ്. ഇതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 മീറ്റേഴ്സ് ആണ്. ഈ ഒരു പമ്പിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഫോഴ്സ് കാണിക്കുക മാത്രമാണ് ചെയ്തത്. വളരെ ചെറിയൊരു ഹൈറ്റിൽ വെച്ച് ഇതിന് എത്രത്തോളം ഫോഴ്സിൽ ഇത് വെള്ളം വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ജസ്റ്റ് കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ഒരു വ്യൂവർ കണ്ടതിന് ശേഷം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പമ്പുകളെ കുറിച്ച് അറിയേണ്ടത് അതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പമ്പുകളാണ്, അതായത് 40 വാട്ട്സ് 18 വാട്ട്സ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള പമ്പുകളാണ് കൂടുതൽ ആൾക്കാരും അന്വേഷിക്കുന്നത്. പ്രധാനമായിട്ടും ഫിഷ് ടാങ്കുകളിൽ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പൗണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫൗണ്ടൻ സെറ്റ് ചെയ്യാനായിട്ട്, പിന്നെ പല ആൾക്കാരും ഇത്തരത്തിലുള്ള പമ്പുകൾ യൂസ് ചെയ്യുന്നത് അക്വാപോണിക്സ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരന്വേഷിക്കുന്നത് ഈ ഒരു റേഞ്ചിലുള്ള പമ്പുകളാണ്. ഇത്തരത്തിലുള്ള പമ്പുകൾ ചൂസ് ചെയ്യാൻ നേരത്തെ പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. 40 വാട്ട്സിൻ്റെ വേണോ അല്ലെങ്കിൽ 18 വാട്ട്സിൻ്റെ വേണോ, ഇതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് എത്രയാണ്? അതുകൊണ്ട് ഇതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രം തന്നെയാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഈ ഒരു പമ്പ് സ്യൂട്ടബിൾ ആണോ എന്ന് നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു വ്യൂവറിൻ്റെ ആ ഒരു റിക്വസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു ലിഫ്റ്റിംഗ് ഹൈറ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ലിഫ്റ്റിംഗ് ഹൈറ്റ് ടെസ്റ്റ് നടത്തുന്ന വീഡിയോസൊക്കെ വളരെ കുറവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 1 മീറ്റർ ഹൈറ്റിലാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 1.5 മീറ്റർ ഹൈറ്റിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനം 2.5 മീറ്ററാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള 1/2 ഇഞ്ചിൻ്റെ ഹോസ് നമ്മൾ പല പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതെല്ലാം പല പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പല ആൾക്കാരും ലിഫ്റ്റിംഗ് ഹൈറ്റിൻ്റെ ടെസ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പീസുകളായിട്ട് കട്ട് ചെയ്യുക തന്നെ വേണം. അതായത് 1 മീറ്റർ 2 മീറ്റർ പിന്നെ 1.5 2.5 കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ പീസുകൾ വേണ്ടി വരും. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2 മീറ്ററിൻ്റെ ഒരു സിംഗിൾ പീസാണ്, പിന്നെ 1 മീറ്ററിൻ്റെ ഒരു സിംഗിൾ പീസാണ്, പിന്നെ ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ 0.5ൻ്റെ ഒരു ചെറിയ പീസാണ്. 0.5ൻ്റെ ആ ഒരു ചെറിയ പീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 2.5ഉം അതുപോലെ 1.5ഉം ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലിഫ്റ്റിംഗ് ഹൈറ്റ് ടെസ്റ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പമ്പ് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് ബോക്സ് നമ്മൾ കയ്യെത്തും ദൂരത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ബക്കറ്റിലെ വെള്ളം തീരാനായിട്ട് അധികം താമസിക്കില്ല. അപ്പോൾ അത് വെള്ളം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. ഈ ഒരു പമ്പ് ഒരിക്കലും ഡ്രൈ ആയിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റിനായിട്ട് നമ്മുടെ 1 മീറ്ററിൻ്റെ ഹോസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു 1 മീറ്ററിൽ എത്രത്തോളം വെള്ളം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു മീറ്ററിൽ സാമാന്യം നല്ല ഫോഴ്സിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പമ്പിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് 2.5 മീറ്റേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും 1 മീറ്ററിൽ നല്ല ലിഫ്റ്റിംഗ് ആയിരിക്കും വരുന്നത്. 1 മീറ്റർ ഹൈറ്റിൽ ഈ കാണുന്ന ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല പ്രഷറിൽ തന്നെ വരുന്നുണ്ട് വെള്ളം. ഫിഷ് ടാങ്കിൻ്റെ അല്ലെങ്കിൽ പോണ്ടിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോഴ്സിലായിരിക്കും വെള്ളം വരുന്നത്. ഈ ഒരു ഫോഴ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് തീരുമാനിക്കാം ഈ ഒരു ഫോഴ്സ് നമ്മുടെ ആവശ്യത്തിന് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 1.5 മീറ്റർ ഹൈറ്റിലാണ്. നമ്മൾ 1 മീറ്റർ ഹോസിൻ്റെ കൂടെ ഒരു 0.5ഉം ജോയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1.5 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും നേരത്തെ വന്ന ഫോഴ്സിനേക്കാളും കുറവാണ് ഇപ്പോൾ കാണുന്ന ആ ഒരു വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. എങ്കിലും ഈ ഒരു 1.5 മീറ്റർ ഹൈറ്റിൽ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1.5 മീറ്റർ ഹൈറ്റിൽ എത്രത്തോളം വെള്ളം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വാട്ടർ പ്രഷർ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി ഒരു തീരുമാനം എടുക്കാം ഈ ഒരു പമ്പ് നമ്മുടെ ആവശ്യത്തിന് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം. ഇത്രയും ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഇത്രയും പ്രഷർ അല്ലെങ്കിൽ ഫ്ലോ ആവശ്യമില്ല എന്നുള്ളവർക്ക് വാട്ട്സ് കുറഞ്ഞ പമ്പുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് കെയ്ത്താൻ്റെ തന്നെ സോൾട്ട 60 അല്ലെങ്കിൽ അക്വ 60 എന്ന് പറയുന്ന 18 വാട്ട്സിൻ്റെ മോഡലുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു ഹൈറ്റിൽ ഇത്രയും ഫ്ലോ വേണ്ട എന്നുള്ളവർക്ക്, ഇത്രയും പ്രഷർ വേണ്ട എന്നുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ 1.5 മീറ്ററിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് 2 മീറ്റർ ഹൈറ്റിലുള്ള ടെസ്റ്റാണ്. ഇതിൽ നമ്മൾ ജോയിൻറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. 2 മീറ്ററിൻ്റെ ഒരു സിംഗിൾ പീസ് ഹോസാണിത്.
2 മീറ്ററിൽ എത്രത്തോളം ലിഫ്റ്റിംഗ് കിട്ടുന്നുണ്ട് എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. 2 മീറ്റർ എന്ന് പറയുന്നത് ഒരു ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പോണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു ഡെപ്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം 2 മീറ്ററിൽ എത്രത്തോളം വെള്ളം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രഷറിൽ വെള്ളം വരുന്നുണ്ട് എന്നുള്ളത്. 2 മീറ്റർ ഹൈറ്റിൽ ഏകദേശം ഇത്രത്തോളം പ്രഷറിലാണ് വെള്ളം വരുന്നത്. സാമാന്യം കുഴപ്പമില്ലാത്ത ഫ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീരെ കുറവ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയില്ല. ഫിൽട്രേഷൻ, അക്വാപോണിക്സ് തുടങ്ങിയ സംഭവങ്ങൾക്കെല്ലാം ഈ ഒരു ഫ്ലോ എന്ന് പറയുന്നത് മോശമില്ലാത്തൊരു ഫ്ലോ തന്നെയാണ്. കാരണം ഫിൽട്രേഷൻ, അക്വാപോണിക്സ് തുടങ്ങിയ സംഭവങ്ങൾക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വാട്ടർ പ്രഷർ സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് ഒരു നോർമൽ ഫ്ലോ ആണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടത്. അപ്പോൾ 2 മീറ്റർ ഹൈറ്റിൽ ഈ ഒരു ഫ്ലോ ആണ് എന്നുണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ 2 മീറ്റർ ഹൈറ്റിൽ വരുന്ന ഫ്ലോ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഈ ഒരു പമ്പ് നമ്മുടെ ആവശ്യത്തിന് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത് ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടാങ്കിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ പോണ്ടിൻ്റെ ഡെപ്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അത് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പമ്പ് നിങ്ങളുടെ പോണ്ടിന് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ ആ ഒരു ഹൈറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രഷറാണ് വേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ പമ്പ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്ലോ തന്നെ ഈ ഒരു 2 മീറ്റർ ഹൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2.5 മീറ്റർ ഹൈറ്റിലാണ്. നമ്മൾ 2 മീറ്ററിൻ്റെ ആ ഒരു ഹോസിൻ്റെ കൂടെ ഒരു ജോയിൻറ്റ് കണക്ട് ചെയ്തിട്ട് 0.5 കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 2.5 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഹോസ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഫൈനൽ ടെസ്റ്റാണ്, ഈ ഒരു 2.5 മീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് 2.5 മീറ്ററിൽ വരുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. 2.5 മീറ്റർ ആണ് ഈ ഒരു പമ്പിൻ്റെ ലിഫ്റ്റിംഗ് ഹൈറ്റ് ആയിട്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം കറക്റ്റ് തന്നെയാണ്. ഈ ഒരു 2.5 മീറ്റർ ഹൈറ്റിൽ നമുക്ക് കിട്ടുന്നത് വളരെ മിനിമൽ ഫ്ലോ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. വളരെ മിനിമൽ ആയിട്ടുള്ള ആ ഒരു പ്രഷറിൽ അല്ലെങ്കിൽ ഫ്ലോയിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മൾ 4 ഹൈറ്റിൽ ഈ ഒരു പമ്പ് ടെസ്റ്റ് ചെയ്തു. നമ്മൾ 1 മീറ്ററിൽ ടെസ്റ്റ് ചെയ്തു, അതുപോലെ 1.5 മീറ്ററിൽ ടെസ്റ്റ് ചെയ്തു, 2 മീറ്ററിൽ ടെസ്റ്റ് ചെയ്തു, അങ്ങനെ ഈ അവസാനത്തെ 2.5 മീറ്ററിലും നമ്മൾ ടെസ്റ്റ് ചെയ്തു. 2 മീറ്റർ ഹൈറ്റ് വരെ അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 2.5 മീറ്ററിലാണ് ഫ്ലോ കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. ഈ 4 ഹൈറ്റിലും എത്രത്തോളം വെള്ളം ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈസി ആയിട്ട് തീരുമാനിക്കാം ഈ ഒരു 40 വാട്ട്സിൻ്റെ ഈ ഒരു പമ്പ് നമ്മുടെ ആവശ്യത്തിന് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം. ഇതേപോലെയുള്ള ഒരു ലിഫ്റ്റിംഗ് ടെസ്റ്റ് നമ്മുടെ കയ്യിലുള്ള 18 വാട്ട്സിൻ്റെ പമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കെയ്ത്താൻ്റെ അക്വ 60 എന്ന് പറയുന്ന 18 വാട്ട്സിൻ്റെ പമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള വാട്ടർ ലിഫ്റ്റിംഗ് ടെസ്റ്റ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം നമ്മൾ വേറെ 1-2 ബ്രാൻഡുകൾ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഈലവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് നമുക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോസൊക്കെ ഫ്യൂച്ചറിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പമ്പിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഞാൻ വാങ്ങിയ സമയത്ത് ഏകദേശം 500-550 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പോഴും ആ ഒരു പ്രൈസ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നു. ആമസോൺ ലിങ്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ആമസോണിലൊക്കെ പല സെല്ലേഴ്സ് ഉണ്ട്. അതിൽ നല്ല സെല്ലറിനെ നോക്കി വേണം നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട്. ഞാൻ ഓർഡർ ചെയ്യാറുള്ളത് സാധാരണ ഒരു സ്പെസിഫിക് സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ഒരു സെല്ലറിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് വാട്സാപ്പ്, ടെലഗ്രാം ചാനലുകളാണ്. അതുകൊണ്ട് ആ ചാനലുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.